1960 ജനുവരി 18 അന്നേ ദിവസം നല്ല മഴയും ഇടിമിന്നലും കാറ്റുമുണ്ട്. ഫ്രാങ്ക് ലീ മോറിസ് എന്ന 40 വയസ്സിനോടടുപ്പിച്ച് പ്രായമുള്ള നമ്മുടെ ഈ കഥയിലെ നായകൻ അന്നാണ് അൽക്കാട്രസ് ജയിലിൽ എത്തിച്ചേരുന്നത്. ആംഡ് റോബറി, ബാങ്ക് റോബറി തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഫ്രാങ്ക് ലീ മോറിസിനെ അൽക്കാട്രസ് ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് അൽക്കാട്രസ് ജയിലിലുള്ള സെല്ലിൽ 1441 എന്ന് പറയുന്ന സെല്ലിൽ അവിടുത്തെ ഓഫീസേഴ്സ് അഡ്മിറ്റ് ചെയ്യുന്നു. കൃത്യം 2 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 വർഷവും 6 മാസവും കഴിഞ്ഞ് 1962 ജൂൺ 11 അൽക്കാട്രസ് അല്ലെങ്കിൽ ഡെവിൾസ് ഐലൻഡ് എന്നു പേരുള്ള അമേരിക്കയുടെ അന്നത്തെ ഏറ്റവും സെക്യൂറായ ജയിലിൽ നിന്നും ഫ്രാങ്ക് ലീ മോറിസും കൂടെ ആംഗ്ലിൻ സഹോദരന്മാരും 2 പേരും ഒരു ജയിൽ ചാട്ടം നടത്തുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും പോലീസിനോ FBI-ക്കോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ കണ്ടുപിടിക്കാനായി സാധിച്ചിട്ടില്ല. നമ്മളിന്ന് പോകുന്നത് ആ കഥയിലേക്കാണ്. അവരെങ്ങനെയാണ് ആ എസ്കേപ്പ് പുൾ ഓഫ് ചെയ്തത്? ആ എസ്കേപ്പിന് ശേഷം അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചിരിക്കുക? വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഫ്രാങ്ക് ലീ മോറിസിൻ്റെയും ആംഗ്ലിൻ സഹോദരന്മാരുടെയും അലൻ വെസ്റ്റിൻ്റെയും എല്ലാം കഥ പറയുന്നതിന് മുമ്പായി നമുക്ക് അൽക്കാട്രസിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. 1860കളിൽ സിവിൽ വാറുമായി ബന്ധപ്പെട്ട് അന്ന് ഉള്ള ജയിൽ പുള്ളികളെ താമസിപ്പിക്കാനായി ഒരു ചെറിയ ജയിലായി ആ ഐലൻഡിൻ്റെ നടുക്ക് തുടങ്ങുന്നതാണ് ഈ അൽക്കാട്രസ് ജയിൽ. അന്ന് അവിടെ ജയിൽ തുടങ്ങിയപ്പോഴും അതിൻ്റെ ഉദ്ദേശം പുറത്തു നിന്ന് ആർക്കും ഈ ജയിലിലേക്ക് വരാൻ സാധിക്കില്ല, ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. കാര്യം അതിശക്തമായ അടിയൊഴുക്കുള്ള വെള്ളമാണ് സാൻ ഫ്രാൻസിസ്കോ ബേയിൽ. ഏതാണ്ട് 10 km/h അടിയൊഴുക്കുണ്ട്. ഏതാണ്ട് 2 കിലോമീറ്ററോളം നീന്തിയാൽ മാത്രമേ തൊട്ടടുത്തുള്ള കരഭാഗം എത്തിച്ചേരാനായി സാധിക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ താപനിലയാണെങ്കിലോ 10 ഡിഗ്രി സെൽഷ്യസിനും താഴെ, എന്ന് വെച്ചാൽ നല്ല തണുത്ത ഐസ് പോലെ തണുത്ത വെള്ളമാണ്. ഈ ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ നീന്തി ഒരാൾക്കും കരയിലെത്താൻ സാധിക്കില്ല എന്ന ഉദ്ദേശത്തോടെ 1860 തുടങ്ങിയ ഒരു ജയിലാണ്. പിന്നീട് ഓരോ കാലഘട്ടങ്ങളിൽ കൂടുതൽ ബിൽഡിങ്ങുകളും കൂടുതൽ ഫെസിലിറ്റീസും ഒക്കെ അവിടെ നിർമ്മിക്കപ്പെട്ടു. ഒരു വലിയ ജയിൽ കോംപ്ലക്സായി മാറി. ഏതാണ്ട് 1930 ആയപ്പോൾ അമേരിക്കയിലെ തന്നെ ഏറ്റവും സെക്യൂറായ ജയിലുകളിൽ ഒന്നായി, അല്ലെങ്കിൽ ഏറ്റവും സെക്യൂറായ ജയിലായി പ്രിസൺ ഓഫ് അൽക്കാട്രസ് അല്ലെങ്കിൽ അൽക്കാട്രസ് പ്രിസൺ മാറുന്നു. അന്ന് ആൾക്കാർ അതിനെ വിളിച്ചിരുന്നത് ദ റോക്ക് അല്ലെങ്കിൽ ദ ഡെവിൾസ് ഐലൻഡ് എന്നായിരുന്നു. കാര്യം ഈ ഐലൻഡ് ഒരു ഗ്രാനൈറ്റ് പാറയായിരുന്നു. ഈ പാറയുടെ പുറത്താണ് ഈ ബിൽഡിംഗ് എല്ലാം പണിഞ്ഞിരുന്നത്. ചെറിയ ഒരു പാറ പുറത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഈ ജയിലിൻ്റെ അകത്തുള്ള ആൾക്കാർക്കെല്ലാം തന്നെ. പുറത്തു നിന്നുള്ള ന്യൂസ് പേപ്പറോ ഒന്നും തന്നെയും ഈ ജയിലിലേക്ക് എത്തപ്പെട്ടിരുന്നില്ല. കുറച്ച് മാഗസീൻസും ബുക്സും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അൽക്കാട്രസിൻ്റെ ചരിത്രത്തിൽ, ഏതാണ്ട് 30 വർഷത്തെ ചരിത്രത്തിൽ 14 ജയിൽ ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം തന്നെയും പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആൾക്കാർ മരണപ്പെടുകയോ ചെയ്തു. ഡെഡ് ബോഡീസ് എല്ലാം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ 15ാമത്തെ ജയിൽ ചാട്ടമായിരുന്നു ഫ്രാങ്ക് ലീ മോറിസും ആംഗ്ലിൻ ബ്രദേഴ്സും പുൾ ഓഫ് ചെയ്തത്. അവരുടെ കൂടെ അലൻ വെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജയിൽ ചാടാൻ സാധിച്ചില്ല. നമുക്കിനി അവരുടെ കഥയിലേക്ക് പോവാം. വാഷിങ്ടൺ DC-യിൽ 1926 ഫ്രാങ്ക് ലീ മോറിസ് ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഓർഫനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡെല്ലാം കഴിഞ്ഞ് ഒരു യൗവന പ്രായത്തിലൂടെ എത്തിയപ്പോൾ തന്നെ ചെറിയ തെഫ്റ്റും അതുപോലുള്ള പരിപാടികളിലൊക്കെ ഇടപെടാൻ തുടങ്ങി. നാർക്കോട്ടിക്സിൻ്റെ പൊസഷൻ, ആംഡ് റോബറി, കാർ തെഫ്റ്റ് തുടങ്ങിയ സംഭവങ്ങൾക്കായി പോലീസ് പലതവണ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. പല ജയിലുകളിൽ അദ്ദേഹത്തിനെ ഡിപ്ലോയ് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, പല ജയിലുകളിലായിട്ട് അദ്ദേഹത്തിനെ ഇടുന്നു. ആ ജയിലുകളിൽ നിന്നും ജയിൽ ചാടാനേ അദ്ദേഹം ശ്രമിക്കുന്നു. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത കാരണമാണ് അവസാനം ഈ ഫ്രാങ്ക് ലീ മോറിസിനെ അൽക്കാട്രസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം ഫ്ലോറിഡയിലെ ജയിലിൽ കിടന്നു, പെൻസിൽവേനിയയുടെ ജയിലിൽ, ജോർജിയയുടെ പല സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. ഇവിടുത്തെ എല്ലാം ജയിലുകളിലെ സ്ഥിരം അന്തേവാസിയായിരുന്നു ഈ ഫ്രാങ്ക് ലീ മോറിസ്. അങ്ങനെയാണ് അതിനുശേഷമാണ് അദ്ദേഹം ഈ അൽക്കാട്രസിൽ എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിനോടൊപ്പം അവിടെ എത്തിച്ചേർന്ന മറ്റ് 2 ആൾ ഒപ്പമല്ല, ആ ഒരു ടൈം ഫ്രെയിം കഴിഞ്ഞിട്ട് അദ്ദേഹം 1960 ജനുവരിയിലാണ് എത്തിച്ചേരുന്നതെങ്കിൽ
1961 ഡിസംബറിലാണ് ആംഗ്ലിൻ ബ്രദേഴ്സ് അവിടെ എത്തിച്ചേരുന്നത്. ജോൺ ആംഗ്ലിനും ക്ലാരൻസ് ആംഗ്ലിനും ബാങ്ക് റോബറി, പിന്നെ തെഫ്റ്റ്, ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ പേരിലുള്ള ചാർജുകളും. അവരിതിനു മുമ്പ് ജയിലിൽ ചാടാനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അൽക്കാട്രസിൻ്റെ ഒരു ജനറിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് യു ബ്രേക്ക് ദ റൂൾസ് ഇൻ എ സൊസൈറ്റി യു വിൽ പുട്ട് ഓൺ ടു പ്രിസൺ. ഇഫ് യു ബ്രേക്ക് ദ റൂൾസ് ഇൻ എ പ്രിസൺ യു വിൽ ബി പുട്ട് ഓൺ ടു അൽക്കാട്രസ്. എന്ന് പറഞ്ഞാൽ ജയിലുകളിൽ ചെന്നാൽ പോലും പിന്നെ മര്യാദ പഠിപ്പിക്കാൻ സാധിക്കാത്ത ആൾക്കാരെ തൂക്കിയെടുത്ത് നേരെ അൽക്കാട്രസിലോട്ട് ഇടുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി. കാര്യം അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് വരിക, രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നടക്കുന്ന ഒരു കാര്യമല്ല. 24 മണിക്കൂറും പോലീസ് ഗാർഡ്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കടമ്പകളെല്ലാം തന്നെയും കടക്കണം. അപ്പോൾ ഇതെല്ലാം കടന്ന് വെളി വരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്ത കാര്യമായതുകൊണ്ട് ഈ സഹിക്കാൻ വയ്യാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ടിടുമായിരുന്നു. അങ്ങനെയാണ് ഈ ക്ലാരൻസ് ആംഗ്ലിനും ജോൺ ആംഗ്ലിനും 2 സഹോദരന്മാർ അവിടെ എത്തിച്ചേരുന്നത്. അവരോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു വ്യക്തിയാണ് അലൻ വെസ്റ്റ്. അലൻ വെസ്റ്റിൻ്റെയും പിന്നെ ഈ അക്രമ സംഭവങ്ങൾ, കാർ തെഫ്റ്റും അതുപോലുള്ള പരിപാടികളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇവർ 4 പേരും കൂടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള സെല്ലുകളിൽ താമസിക്കപ്പെടും, അലോട്ട് ചെയ്യും. അപ്പോൾ ഈ സെല്ല് അലോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രിസൺ സെല്ലിൻ്റെ അകത്ത് ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യം അവർക്ക് അന്യോന്യം സംസാരിച്ച് ഇപ്പോൾ എന്തെങ്കിലും പ്ലാൻ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി നടത്താനുള്ള ഡിസ്കഷൻസ് നടത്താനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ 4 സെല്ലുകൾ അടുത്തടുത്തുള്ള സെല്ലുകളിൽ ഇവർ വരുന്നു ഡിസംബർ 1961. അപ്പോൾ ഇവർക്ക് ഇതിന് മുൻപ് ജോർജിയ, ഫ്ലോറിഡ ജയിലുകളിലൊക്കെ താമസിച്ച് ഇവർക്ക് മുൻ പരിചയമുണ്ട് ഈ വ്യക്തികളൊക്കെ ആയിട്ട്. അങ്ങനെ അവരവിടുന്ന് ജയിൽ ചാടാനായിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെ ജയിൽ ചാടാം എന്നുള്ളൊരു പ്ലോട്ട് ഉണ്ടാക്കും. മോറിസ് ആയിരുന്നു അതിൻ്റെ ലീഡ്. മോറിസിൻ്റെ IQ 133 അന്ന് 133 IQ ഉള്ളൊരു വ്യക്തി അമേരിക്കൻ പോപ്പുലേഷനിൽ തന്നെ ഏതാണ്ട് ടോപ്പ് 2 to 3% IQ ലെവലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ലെവലാണ് 133 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ബുദ്ധിശക്തിയുള്ള, വളരെ ഒബ്സർവേഷൻ കേപ്പബിലിറ്റീസ് ഉള്ള ഒരാളായിരുന്നു ഈ ഫ്രാങ്ക് മോറിസ്. അങ്ങനെ ഫ്രാങ്കിൻ്റെ ലീഡർഷിപ്പിൽ ഇവർ ജയിൽ ചാടാനുള്ള പ്ലാൻ ഇടുന്നു. അപ്പോൾ എന്തായിരുന്നു ആ പ്ലാനിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ, ഫ്രാങ്ക് കണ്ടുപിടിക്കുന്നു ഈ ജയിലിൻ്റെ പിന്നെ ചുവരുകൾ കാലാകാലങ്ങളായിട്ടുള്ള ഉപ്പ് കാറ്റും ഈ ഉപ്പ് വെള്ളത്തിൻ്റെയൊക്കെ സാമീപ്യം കൊണ്ട് നല്ലവണ്ണം കൊറോഡായി പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ജയിലിനകത്ത് നമുക്ക് ഈ വാള് ചെറിയ ബ്രേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവരുടെ പിന്നെ ഈ ജയിലിൻ്റെ അകത്തോട്ടൊരു വെൻറ്റിലേഷൻ ഔട്ട്ലെറ്റ് ഉണ്ട്. അതായത് അമേരിക്കയിൽ വളരെ ശക്തമായ കാലാവസ്ഥ ചേഞ്ച് ഉള്ളതുകൊണ്ട്, അതായത് തണുത്ത സമയത്ത് നല്ല തണുപ്പും, പ്രത്യേകിച്ച് വെള്ളത്തിന് നടുക്കാണല്ലോ, നല്ല തണുപ്പും, ചൂടുള്ള സമയത്ത് നല്ല ചൂടും അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സ് സെൻട്രലൈസ്ഡ് AC ആണ്. ജയിലുകളാണെങ്കിൽ കൂടിയും സെൻട്രലൈസ്ഡ് AC ആണ്. സെൻട്രലൈസ്ഡ് AC ആണെന്നുള്ളതിനുപരി സെൻട്രലൈസ്ഡ് ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടെമ്പറേച്ചർ ഇപ്പം 70 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ 70 ഡിഗ്രി ഫാരൻഹീറ്റ് കോമൺലി എല്ലാ റൂമുകളിലും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഒരു വെൻറ്റിലേഷൻ ഔട്ട്ലെറ്റ് ആ ജയിലിൻ്റെ ഓരോ സെല്ലിലും ഉണ്ട്. അപ്പോൾ ഫ്രാങ്ക് മോറിസ് മനസ്സിലാക്കുന്നു, ഒരു കൂർത്ത ഏതെങ്കിലും ഓബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജയിലിൻ്റെ ചുവര് പതുക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഹോൾ ഇടാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാകും. അതേ വെൻറ്റിലേഷൻ ഷാഫ്റ്റിൻ്റെ ഇടയ്ക്ക് ഉള്ള പിന്നെ വാളിനെ പതുക്കെ ഇളക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ ചെക്കിങ് വരാം. വളരെ ആകസ്മികമായ ഒരു മുൻകൂർ നോട്ടിഫിക്കേഷനും കൊടുക്കാതെ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് പിന്നെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിനെ കവർ ചെയ്യണമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഈ വെള്ളവും കാർഡ്ബോർഡും കൂടെ മിക്സ് ചെയ്ത് ഒരു പൾപ്പ് രൂപത്തിലൊരു ഫേക്ക് ഗ്രിൽ അവരുണ്ടാക്കുന്നു. അപ്പോൾ ഇവർ ഈ ഗ്രില്ലിൻ്റെ ബാക്കിൽ ഹോൾ എടുത്ത് ഓപ്പൺ ചെയ്യുവാണ് എങ്കിൽ കൂടിയും ഇവർ ആ പണി കഴിയുമ്പോൾ ഈ ഫേക്ക് ഗ്രില്ലിനെടുത്ത് അതിൻ്റെ മുൻപിൽ അങ്ങ് വയ്ക്കും. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ നോക്കുന്ന ആൾക്ക് ഇതിൻ്റെ പുറകിലൊരു ഗ്രില്ല് അവർ ഇളക്കുവാണെന്നോ ഈ ഹോൾ വലുതാക്കുകയാണെന്നോ ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ ഇവർ റൊട്ടേഷൻ എടുത്താണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മോറിസ് ട്യൂമർ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സെല്ലിലുള്ള അലൻ വെസ്റ്റ്
പിന്നെ പോലീസ് വരുന്നത്, റോന്തിന് ആൾ ചുറ്റുന്നത് നോക്കിക്കൊണ്ടിരിക്കും. കാര്യം എപ്പോഴും ഒരു ഗാർഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കും. അതേ സംഭവം തിരിച്ചും, അതായത് അലൻ വെസ്റ്റ് ഇളക്കുന്ന സമയത്ത് ഫ്രാങ്ക് മോറിസ് ഗാർഡിനെ വാച്ച് ചെയ്യും. ആംഗ്ലിൻ സഹോദരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പൊടി പോലെ വരുന്ന സാധനം അവർ ഉടുപ്പിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് മാറ്റിവിട്ട് ജയിലിന് വെളിയിൽ കൊണ്ട് പതുക്കെ ആരും കാണാത്ത രീതിയിൽ കളയുന്നു. കുറേയൊക്കെ അവർ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയുന്നു. ഇത് ഈ ഹോൾ എടുത്ത് കഴിഞ്ഞാൽ മാത്രം പോരാ. കാര്യം ഇവർക്ക് ജയിലിൻ്റെ മാപ്പോ എങ്ങോട്ട് പോകുമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് എങ്ങനെ രക്ഷപ്പെടാം ഇതിൻ്റെ അകത്തുനിന്ന്, ഇതിൻ്റെ വഴി എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ വഴി എന്താണെന്ന് ഇവർ തേടിപ്പോയി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡ് നടക്കുവാണ്. അപ്പോൾ ഒരു ടൈമിൽ ഇവരുടെ ബെഡിൽ ഇവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗാർഡ് അലേർട്ടാവും. ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഇവർ അടുത്ത തന്ത്രം ആലോചിക്കുന്നു. ആ തന്ത്രം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പൾപ്പ് ഉപയോഗിച്ചിട്ട്, മാഗസീൻ പേപ്പറും പൾപ്പും ഒക്കെ ഉപയോഗിച്ചിട്ട് മുഖത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു ഹ്യൂമൻ ഫേസിൻ്റെ രീതിയിലുള്ള ഒരു ഡമ്മി തല പോലെ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിൽ ആംഗ്ലിൻ ബ്രദേഴ്സിൽ ഒരാൾക്ക് ബാർബർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി. അദ്ദേഹം അവിടുന്ന് വേണ്ട മുടികൾ കളക്ട് ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഹെയറിന് ഒരു സമാനമായ രീതിയിലുള്ള മുടി അദ്ദേഹത്തിൻ്റെ ബാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം അവരത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നു. എടുത്തിട്ട് ഇവർ അലൻ വെസ്റ്റിന് പെയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പെയിൻറ്റിങ്ങിനുള്ള പിന്നെ എലമെൻറ്റ്സ് വാങ്ങുന്നു. ഗ്ലൂ കിട്ടുന്നു. ഈ ഗ്ലൂ ഒക്കെ വച്ച് ഇവരിത് ഒട്ടിക്കുകയും, ഇത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ തല ആണെന്ന് മാത്രമേ തോന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ ചെറിയ ഹോളിൻ്റെ അകത്തൂടെ മോറിസ് അകത്തോട്ടിറങ്ങി ഈ എസ്കേപ്പ് റൂട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് മോറിസ് ഈ ഹെഡ് മാത്രം തന്നെ ബെഡിൽ വയ്ക്കും. എന്നിട്ട് തിക്കായിട്ട് ബ്ലാങ്കറ്റ് എല്ലാം വെച്ച് ഈ ബെഡിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്ന പോലത്തെ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഗാർഡ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ ഗാർഡ് വിചാരിക്കും, ഇത് അയാൾ കിടന്ന് ഉറങ്ങുവാണ്, അല്ലെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങുവാണ് എന്നുള്ള രീതിയിൽ. അപ്പോഴും അലൻ വെസ്റ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ആംഗ്ലിൻ ബ്രദേഴ്സിനും ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് മറ്റേ ആൾ പോകുന്ന സമയത്ത്. അങ്ങനെ ഇവർ വളരെ ടാക്ടിക്കലായിട്ട് ഈ പോകുന്ന വഴിയിലെല്ലാ റൂട്ടും അവർ മനസ്സിലാക്കുന്നു. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പിന്നെ കമ്പിയുള്ള ഒരു ബാരിയർ അവർക്ക് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് അവർ അതിൻ്റെ വാക്വം ക്ലീനറിൻ്റെ മോട്ടർ ഉപയോഗിച്ച് ഒരു ഡ്രില്ല് ഉണ്ടാക്കുന്നു. മോറിസ് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. മോറിസിൻ്റെ IQ ലെവലാണ് മോറിസിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ ഇതൊക്കെ സാധ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കാര്യം അദ്ദേഹം മാഗസീൻസ് വളരെ സ്ഥിരമായി വായിക്കുന്ന ഒരാളായിരുന്നു. പോപ്പുലർ മെക്കാനിക്സ് പോലുള്ള മാഗസീൻസ്. അതിൽ ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു സാധനം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഐഡിയാസ് ആ മാഗസീൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഐഡിയാസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വാക്വം ക്ലീനറിൻ്റെ മോട്ടറിൽ നിന്നും അദ്ദേഹം ഒരു ഡ്രിൽ ഉണ്ടാക്കുന്നു. ഈ ഡ്രില്ല് അദ്ദേഹം മുകളിൽ കൊണ്ടുപോകുന്നു. ആ ബാരിയറായിട്ടുള്ള ഇത് ബ്രേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ ജൂൺ 11 രാത്രി 1:30 മണിക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ശരിക്കും 1:30 മണിക്കല്ല, 1:30 കുറച്ച് മുമ്പായിട്ട് അവർ എസ്കേപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. 1:30 മണി അവർക്ക് ആ ജയിൽ വിട്ടുപോകാനുള്ള അതിൻ്റെ പിന്നെ ഔട്ടർ പെരിമീറ്റർ ലീവ് ചെയ്യാനുള്ള സമയമാണ്. അങ്ങനെ അന്ന് രാത്രി ഈ 4 പേരും കൂടെ രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോഴും ഒരു വലിയ ചലഞ്ചുണ്ട്. ഈ ചലഞ്ച് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഔട്ടർ പെരിമീറ്ററിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വെള്ളമാണ്. ഈ വെള്ളം ക്രോസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു റാഫ്റ്റ് പോലത്തെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ. അത് ആംഗ്ലിൻ ബ്രദേഴ്സിൽ ഒരാൾ 50 റെയിൻ കോട്ടുകൾ, അദ്ദേഹം ഈ ഇൻവെൻട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ജയിൽ പുള്ളികൾക്കും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സിനും വേണ്ട റെയിൻ കോട്ടുകളെല്ലാം അദ്ദേഹമാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെല്ലാം. അദ്ദേഹം അവിടുന്ന് റെയിൻ കോട്ടുകൾ ഓരോ ദിവസം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെല്ലിലെത്തുന്നു. അവിടെ വെച്ചൊരു റാഫ്റ്റ് പോലുള്ളൊരു സംവിധാനം അദ്ദേഹം ബിൽഡ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. 1962 ജൂൺ 11 ഇവരിത് ജയിൽ ചാടാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി ഫ്രാങ്ക് മോറിസും ആംഗ്ലിൻ സഹോദരന്മാരും ഈ വെന്റിലേഷൻ ഷാഫ്റ്റിൻ്റെ ഇടയിൽ കൂടെ, വെന്റിലേഷൻ ഗ്യാപ്പിൽ കൂടെ
പുറത്തോട്ടിറങ്ങുന്നു. അത് കഴിഞ്ഞൊരു യൂട്ടിലിറ്റി കോറിഡോറുണ്ട്. യൂട്ടിലിറ്റി കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളവും മറ്റുമൊക്കെ വരുന്ന പൈപ്പൊക്കെ വരുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിൻ്റെ പൈപ്പുകളൊക്കെ പോകുന്ന ഇട്ടേക്കുന്ന ഒരു ലേ ഔട്ട് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിനിടയിൽ കൂടി ഇവർ നടന്ന് പിടിച്ച് മുകളിലോട്ട് കയറുക എന്നുള്ളതാണ്. ഈ സമയത്ത് അലൻ വെസ്റ്റ്, അതായത് ഇവരുടെ 4ാമത്തെ ജയിലിൽ ചാടാനായിട്ട് ഉദ്ദേശിച്ച പുള്ളിക്കൊരു അബദ്ധം പറ്റി. പുള്ളി ഈ ഫേക്കായിട്ടുള്ള ഗ്രില്ല് ചുവരിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ സിമൻറ്റ് കോൺക്രീറ്റ് പോലത്തെ സാധനമാണ് ഉപയോഗിച്ചിരുന്നത്. അതൊരു പെർമനൻറ്റ് സിമൻറ്റ് കോൺക്രീറ്റ് അല്ലാതെ ഒരു രീതിയിലുള്ളത്. പക്ഷേ അതങ്ങ് ഉറച്ചുപോയി. പുള്ളിക്കത് എടുക്കാൻ പറ്റിയില്ല. ഗാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ പുള്ളി ആകെ പെട്ടുപോയി. ഈ പുള്ളി എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും എന്നാൽ പാതി വഴി എത്തിയപ്പോൾ പിന്നെ പുള്ളിയെ കാണാതെ ഫ്രാങ്ക് മോറിസും ആംഗ്ലൻ ബ്രദേഴ്സും മുന്നോട്ട് പോവുകയും ചെയ്തു. പുള്ളിക്ക് ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്ക് മുകളിലോട്ട് കയറി രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. പുള്ളി തിരിച്ചു വന്ന് തൻ്റെ സെല്ലിൽ കയറി കിടന്നു. പുള്ളിയുടെ ആ ഓപ്ഷൻ, പുള്ളിക്ക് ജയിൽ ചാടി വെളിയിൽ പോകാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ അവസാനിക്കുന്നു. ഈ 3 പേരും, അതായത് ഫ്രാങ്ക് മോറിസും ആംഗ്ലൻ സഹോദരന്മാരും, ഇവർ ജയിൽ ചാടുന്നു. ഇവർ വെൻറ്റിലേഷൻ ഷാഫ്റ്റിൽ കൂടെ ഏതാണ്ട് ഒരു 50 മീറ്റർ പിന്നെ പൈപ്പിൽ കൂടെ താഴേക്ക് വരുന്നു. ഓരോ സ്ഥലത്തും ഇവർക്ക് കറക്റ്റായിട്ട് പിന്നെ ലൈറ്റ്സൊക്കെ മാറി വരുന്നു. ഗാർഡുകളൊന്നും ആ സമയത്തോടെ വരുന്നില്ല. കറക്റ്റായിട്ട് എസ്കേപ്പ് റൂട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. നദിയിൽ അവിടെ എത്തുന്നു. തങ്ങളുടെ റെയിൻ കോട്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച റാഫ്റ്റ് എടുത്ത് അവർ കരയിലേക്ക് നീന്തുന്നു. പിറ്റേന്ന് രാവിലെ അൽക്കാട്രസ് പ്രിസൺ ഉണരുകയാണ്. റോൾ കോളുണ്ട്. അപ്പോൾ ഓരോ ജയിൽ പുള്ളികളും സെല്ലിൻ്റെ വെളിയിൽ വരികയും ഗാർഡ് അവരുടെ പേര് വിളിക്കുകയും ചെയ്യും. ഫ്രാങ്ക് മോറിസ്, ആംഗ്ലിൻ, അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിക്കും. അങ്ങനെ ഓരോരുത്തരും പേര് വിളിച്ച് പോകുന്ന സമയത്ത് ഫ്രാങ്ക് മോറിസിൻ്റെ സെല്ലിൽ നിന്നും ഫ്രാങ്ക് മോറിസ് പുറത്തു വരുന്നില്ല. ഗാർഡ് വന്ന് നോക്കുമ്പോഴത്തേക്കും ഫ്രാങ്ക് മോറിസ് അവിടെ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നു, ഫ്രാങ്ക് വെളിയിൽ വരൂ എന്ന് പറയുന്നു. എന്നാൽ ഫ്രാങ്ക് കേൾക്കുന്നില്ല. അപ്പോൾ പെടുവീണ് പറഞ്ഞു, ഐ സെഡ് ടു കം ഔട്ട് എന്ന് പറയുന്നു. രക്ഷയില്ല. അയാൾ സെല്ല് തുറന്നിട്ട് നേരെ ഈ ഫ്രാങ്കിനെ പിടിച്ച് താഴേക്കിടുക എന്നുള്ള രീതിയിൽ വലിച്ച് താഴേക്കിടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഡമ്മി ഹെഡ് മാത്രം ഉരുണ്ട് താഴേക്ക് വരും. അപ്പോഴാണ് പോലീസുകാർക്ക് അല്ലെങ്കിൽ ഗാർഡുകൾക്ക് മനസ്സിലാവുന്നത് അൽക്കാട്രസിൽ ഒരു എസ്കേപ്പ് നടന്നിരിക്കുന്നു എന്നത്. ഇത്ര മുഴുവൻ ഒരു ഹെഡ് സ്റ്റാർട്ട് ഫ്രാങ്കിനും ആംഗ്ലൻ സഹോദരന്മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് അരിച്ചു പെറുക്കുവാണ് ആ ഐലൻഡ് ഫുള്ളായിട്ട്. അവർ ഏഞ്ചൽ ഐലൻഡ് എന്ന് പറയുന്ന മറ്റൊരു ഐലൻഡിനെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഏഞ്ചൽ ഐലൻഡുകൾ, പിന്നെ സാൻ ഫ്രാൻസിസ്കോ പരിസര പ്രദേശങ്ങൾ, പോലീസ്, FBI, അങ്ങനെ എല്ലാ ആൾക്കാരും വന്ന് ആ ഏരിയ കംപ്ലീറ്റ് അരിച്ചു പറക്കുവാണ്. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനായിട്ട്. ഇവർ ഉപയോഗിച്ചു എന്ന് കരുതുന്ന റാഫ്റ്റ് കിട്ടുന്നു. റാഫ്റ്റിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ ഇവരുടെ ഡെഡ് ബോഡീസോ ഇവരുടെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഇവരുടെ ജീവനോടെയോ യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം കൺക്ലൂസീവായ എവിഡൻസുകളുടെ ആബ്സെൻസിൽ തന്നെ പോലീസും അന്വേഷണ ഏജൻസികളും പറയുന്നു ഫ്രാങ്ക് ലീ മോറിസും മറ്റു 2 പേരും ഡ്രൗൺ ആയി, മുങ്ങി മരണപ്പെട്ടു. അവർ രക്ഷപ്പെടാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത്. പിന്നെയാണ് കോൺസ്പിറസി തിയറീസിന്റെ ഒരു വലിയ ഒരു ബീ ഹൈവ് ഓപ്പൺ ആകുന്നത്. കാര്യം അന്നത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനായാലും ശരി, പോലീസിനായാലും ശരി, അവിടുത്തെ ജയിൽ വാർഡനും ജയിൽ അതോറിറ്റീസിനായാലും ശരി, അൽക്കാട്രസിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടു പോയി എന്നുള്ള ന്യൂസ് പുറം ലോകത്തിനെ അറിയിക്കാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ വെള്ളത്തിൽ മരണപ്പെട്ടു എന്നുള്ള രീതിയായിരുന്നു. കാരണം രാത്രിയാകുമ്പോൾ വെള്ളത്തിന് ഭയങ്കരമായ തണുപ്പാണ്. ഓൺ ടോപ്പ് ഓഫ് ദീസ് ഈ ജയിലിൽ ഇവർക്ക് കുളിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ചൂടുള്ള വെള്ളമാണ്. കാര്യം ഈ ജയിൽ പുള്ളികൾക്ക് തണുത്ത വെള്ളവുമായി അധികം കോണ്ടാക്റ്റ് വരാൻ പാടില്ല എന്നുള്ള ഒരു സെൻസിലാണ് ഇവർക്ക് ചൂടുവെള്ളം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവർ വെള്ളത്തിൽ ഇറങ്ങാൻ, എന്തെങ്കിലും കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഈ ചൂടുവെള്ളമാണ് ഇവർക്ക് കുളിക്കാനൊക്കെ കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും
ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇവർക്കൊരു പിടിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ കംപ്ലീറ്റ്ലി അനൗൺസ് ചെയ്യുന്നു ഇവർ മുങ്ങി മരണപ്പെട്ടതാണ്, അതിൻ്റെ അകത്ത് വേറെ ചിന്തിക്കാനും പറയാനൊന്നുമില്ല എന്ന രീതിയിൽ. പിന്നെ പോലീസ് ലുക്കൗട്ട് നോട്ടീസസ് പിന്നെ പുറപ്പെടുവിക്കുന്നു. പല സാഹചര്യത്തിലും ബൗണ്ടി പ്രഖ്യാപിക്കുന്നു. ഓരോരുത്തരുടെയും ഇൻഫർമേഷൻ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര രൂപ അവർക്ക് പാരിതോഷികമായി കൊടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ ബൗണ്ടിയൊക്കെ ഇവരെ ഈ അൽക്കാട്രസ് ജയിലിൽ നിന്നും ജയിൽ ചാടിയവർക്കായി പ്രഖ്യാപിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞ്, അതായത് 1962 ആണല്ലോ ഈ ജയിൽ ചാട്ടം നടക്കുന്നത്. കൃത്യം ഒരു വർഷം കഴിഞ്ഞ് 1963 അൽക്കാട്രസ് പ്രിസൺ കംപ്ലീറ്റ്ലി മൂടപ്പെടുന്നു. അവിടെയുള്ള കുറ്റവാളികളെല്ലാം ഫ്ലോറിഡയിലുള്ള സൂപ്പർ മാക്സ് പ്രിസണിലേക്ക് മാറ്റുകയും ഇതിനെ ഒരു നാഷണൽ മ്യൂസിയം ആക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നെയും 80കളിലോട്ടും 90കളിലോട്ടും ഒക്കെ പോലീസ് വളരെ കൃത്യമായിട്ട് ഈ ആംഗ്ലിൻ സഹോദരന്മാരുടെ പിന്നെ ഫാമിലിയുടെ മൂവ്മെൻറ്റ്സൊക്കെ വാച്ച് ഔട്ട് ചെയ്യുന്നു. കാര്യം ഫ്രാങ്ക്ലിൻ മോറിസിന് ഫാമിലീസ് ഒന്നും തന്നെയും ഇല്ല. അപ്പോൾ അദ്ദേഹം ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഇവർക്ക് അറിയാൻ പാടില്ല. എന്നാൽ ആംഗ്ലിൻ സഹോദരന്മാർ ജനിച്ചത് ജോർജിയയിലാണ്. 14 കുട്ടികളുള്ള ഒരു കുടുംബത്തിലാണ് ആംഗ്ലിൻ സഹോദരന്മാർ ജനിക്കുന്നത്. അവർ ജോർജിയയിൽ ജനിച്ചതിന് ശേഷം പിന്നീട് ഫ്ലോറിഡയിൽ പോകുന്നു. ഫ്ലോറിഡയിൽ ഒരുപാട് ഫാമിംഗ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നു. പിന്നീട് അവർ മിഷിഗണിലേക്ക് പോകുന്നു. ഈ മിഷിഗണിൽ ഈ ആംഗ്ലിൻ സഹോദരന്മാരുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷിഗൺ ലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ലേക്കുണ്ട്. ഈ ലേക്ക് തണുപ്പ് സമയമാകുമ്പോൾ ഐസ് കട്ട പോലെയാവും. ഈ തിൻ ഐസുള്ള അത്രയും തണുപ്പുള്ള വെള്ളത്തിൽ ഇവർ ജെറ്റ് സ്യൂട്ടൊന്നും ഇടാതെ, അതായത് സ്വിം സ്യൂട്ടൊന്നും ഇടാതെ ഇവർ നീന്തും. കൂട്ടുകാരുമായിട്ട് ബെറ്റ് വെച്ച് നീന്തുന്നതാണ്. സോ എക്സ്ട്രീംലി കോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും എക്സലൻ്റ് ആയ സ്വിമ്മേഴ്സ് ആയിരുന്നു ആംഗ്ലിൻ ബ്രദേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഈ ജയിൽ ചാടുന്ന സമയത്ത് ഇവർക്ക് ഏതാണ്ട് 2-2.5 കിലോമീറ്ററോളം നീന്തി വേണം ഈ കരയിലെത്താനായിട്ട്. അപ്പോൾ അങ്ങനെ എത്താനായിട്ടുള്ള എല്ലാവിധ സ്വിമ്മിങ് എക്സ്പീരിയൻസും ഈ ആംഗ്ലിൻ ബ്രദേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഫാമിലീസിൻ്റെ പല പിന്നെ ഡീറ്റെയിൽസും അന്വേഷണ ഏജൻസീസ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആംഗ്ലിൻ ബ്രദേഴ്സിൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മദേഴ്സ് ഡേക്ക് ഒരു ഗിഫ്റ്റ് വരുന്നു, അതിന് ട്രേസ് ബാക്ക് ചെയ്യുന്നു. അങ്ങനെ പല പല ഇൻഫർമേഷൻസും FBI കിട്ടുന്നു, ട്രേസ് ബാക്ക് ചെയ്യുന്നു. യാതൊരുവിധ ഇൻഫർമേഷൻസും വരുന്നില്ല. എന്നാൽ ആംഗ്ലിൻ ബ്രദേഴ്സിൻ്റെ തന്നെ ഒരു കസിൻ പിന്നീട് പറയുകയുണ്ടായി, അവർ സാൻ ഫ്രാൻസിസ്കോ ബേയിൽ നിന്നും മെക്സിക്കോയിലോട്ടാണ് എസ്കേപ്പ് ആയത്. മെക്സിക്കോയിലോട്ട് എസ്കേപ്പ് ആയതിന് ശേഷം അവിടെ ഒരു ഫാമിൽ ബ്രസീലിൽ എത്തുകയും, മെക്സിക്കോയിൽ നിന്ന് ഒരു ബ്രസീലിലെത്തുകയും ബ്രസീലിൽ അവർ വിവാഹമൊക്കെ കഴിച്ച്, കാരണം ബ്രസീലിൽ വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുറ്റവാളികളാണെങ്കിൽ പോലും അവർ അമേരിക്കയിലോട്ട് എക്സ്ട്രഡേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ അവരവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ആംഗ്ലിൻ ബ്രദേഴ്സും ഫ്രാങ്ക് മോറിസും എല്ലാം അവിടെ സെറ്റിലായിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോയൊക്കെ വന്നു. ആ ഫോട്ടോയൊക്കെ പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം മിത്ത് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഈ എൻ്റയർ സിനാരിയോ റീക്രിയേറ്റ് ചെയ്തായിരുന്നു. അതായത് ഈ ജയിലിൽ നിന്നും സെയിം റെയിൻകോട്ട് വെച്ച് നിർമ്മിച്ച റാഫ്റ്റ് ഉപയോഗിച്ച് ഈ സെയിം ടൈമിൽ 3 പേർ ജയിൽ ചാടിക്കഴിഞ്ഞാൽ അവർക്ക് കരയിലോട്ട് എത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള രീതിയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. മിത്ത് ബസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അത് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ യൂട്യൂബിൽ അതിന് ഡോക്യുമെൻ്ററി ഉണ്ട്. അവർക്ക് കരയിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ അവർ പിന്നെ ഈ ഫോട്ടോ വന്നപ്പം ഈ ഫോട്ടോയുടെ ഒരു ഏജിങ്ങും മറ്റ് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ചെക്കിങ്ങും ഒക്കെ നടത്തിയപ്പോൾ ഇത് ആംഗ്ലിൻ ബ്രദേഴ്സിൻ്റെ തന്നെയാണ് എന്നുള്ള രീതിയിൽ അവരൊരു അനുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ ഫ്രാങ്ക്ലിൻ മോറിസിനെ പറ്റി വലിയ ഇൻഫർമേഷനൊന്നുമില്ല. പക്ഷെ കാലങ്ങൾക്കും അപ്പുറം പോലീസിന് പിന്നീടൊരു വലിയ ഒരു ബ്രേക്ക് ത്രൂ എവിഡൻസ് വന്നതെന്ന് പറഞ്ഞാൽ അന്നേ ദിവസം അതിനടുത്തുള്ള ഒരു കൗണ്ടിയിൽ ഇവർ എത്തപ്പെടാൻ സാധ്യതയുള്ള സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു കൗണ്ടിയിൽ ഒരു കാർ മോഷണം പോവുകയും അത് വളരെ റാഷായിട്ട് ഓടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കേസ് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാദ്യം അത് ശ്രദ്ധിച്ചില്ല, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് വായിച്ചില്ല. പക്ഷെ പിന്നീട് അവർക്ക് ഉള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ഇവർ കരയിലെത്തുകയും ഇവർ ഈ കാർ ജാക്ക് ചെയ്തു, അതിനുശേഷം ഇവർ ഡ്രൈവ് ചെയ്ത് പോയതാണ് എന്നുള്ള ഒരു ഐഡിയയും മുന്നോട്ട് വന്നു. 2011 FBI ഒരു ലെറ്റർ കിട്ടുകയുണ്ടായി. ആ ലെറ്ററിലെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആംഗ്ലിൻ ബ്രദേഴ്സിൽ ഒരാൾ എഴുതിയിരുന്ന ലെറ്ററായിരുന്നു അത്. ആ ലെറ്റർ അനുസരിച്ച് തങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നും 2008 ഫ്രാങ്ക്ലിൻ മോറിസ് മരണപ്പെട്ടു, അത് കഴിഞ്ഞ് തൻ്റെ സഹോദരൻ മരണപ്പെട്ടു, ഇന്ന് ആംഗ്ലിൻ സഹോദരങ്ങൾ അവസാനത്തെ വ്യക്തി ഞാനാണ്
എനിക്ക് ക്യാൻസർ അസുഖമുണ്ട്, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം, എനിക്ക് മാക്സിമം 1 ഇയർ പ്രിസണേ തരാവൂ എന്നുള്ള രീതിയിൽ FBI ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ FBI ആ ലെറ്റർ ഒരു ഇൻകൺക്ലൂസീവ് എവിഡൻസായി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നേ ദിവസമുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവസം പോലീസുകാർ സാൻ ഫ്രാൻസിസ്കോ ബേയിലുള്ള ഒരു പോലീസ് ഓഫീസേഴ്സ് ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ബോട്ട് ഈ അൽക്കാട്രസ് ഐലൻഡിനെ ലക്ഷ്യമാക്കി പോകുന്നതും അത് കഴിഞ്ഞ് ഈ കാറ് തെഫ്റ്റ് നടന്ന സംഭവമൊക്കെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെട്ടിരിക്കാനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. അന്ന് 1960കളിൽ ഒരാളുടെ ഐഡൻറ്റിറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ഡോക്യുമെൻറ്റേഷനൊന്നും വന്നില്ല, സോഷ്യൽ മീഡിയ അതുപോലുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇല്ല, എല്ലാം പേപ്പർ ബേസ്ഡ് ആണ്. ലൈസൻസിൽ പോലും ഫോട്ടോ വേണമെന്നുള്ള നിർബന്ധം അന്ന് പല സ്റ്റേറ്റുകൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വെളിയിൽ വന്ന് കംപ്ലീറ്റ്ലി ഐഡൻറ്റിറ്റി സ്വിച്ച് ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. വേറൊരു തിയറി പറയുന്നത് ഈ ആംഗ്ലിൻ ബ്രദേഴ്സ് ഫ്രാങ്ക്ലി മോറിസിനെ വകവരുത്തുകയും പിന്നീട് അവരവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. കാര്യം ബ്രദേഴ്സ് ആയതുകൊണ്ട് ഇവർ അന്യോന്യം പണി കൊടുക്കില്ല. പക്ഷേ ഫ്രാങ്ക്ലി മോറിസ് തങ്ങൾക്ക് പണി തന്നേക്കാമെന്ന് പറഞ്ഞ് ഫ്രാങ്ക്ലി മോറിസിനെ വകവരുത്തിയതിന് ശേഷം ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു തിയറിയുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഈ എസ്കേപ്പ് എൻറ്റയർലി ഫ്രം ബിഗിനിങ് ടു എൻഡ് പ്ലാൻ ചെയ്ത ഫ്രാങ്ക് അവസാന എസ്കേപ്പ് റൂട്ടും പ്ലാൻ ചെയ്യാതെ ഇരുന്ന് കാണും എന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ്. ആരെങ്കിലും തങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ബേയിൽ നിന്ന് രക്ഷപ്പെടാൻ വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്നും മുന്നിൽ കാണാതെ ഫ്രാങ്ക് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരും വളരെ കൂടുതലാണ്. അങ്ങനെ ആകെ മൊത്തം ഇന്നും ചുരുളഴിയാത്ത അമേരിക്കയിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും വലിയ ഒരു വേഗ് എഫക്റ്റുള്ള, ഒരു ഫോഗ് എഫക്റ്റുള്ള, എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ സാധിക്കാത്ത ഒരു ജയിൽ ചാട്ടമായി അൽക്കാട്രസ് ജയിൽ ചാട്ടം നിലനിൽക്കുന്നു. യൂട്യൂബിൽ ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ എസ്കേപ്പ് ഫ്രം അൽക്കാട്രസ് എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്. കുറച്ച് സിനിമാറ്റിക് സ്വാതന്ത്ര്യമൊക്കെ എടുത്താണ് അദ്ദേഹം ആ മൂവി ചെയ്തിരിക്കുന്നത്. ആ മൂവി നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ അൽക്കാട്രസ് എസ്കേപ്പ് എന്ന് പറയുന്ന ഈവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഷോഷാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഗംഭീരമായ ക്ലാസിക് മൂവി നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.